Okay, children, so let's start the class. Lesson 3, the clothes for us. Okay, so clothes. നമുക്ക് എല്ലാവർക്കും അറിയാം clothes എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Okay, so we'll just read this. We wear different types of clothes in different seasons. നമ്മള് clothes എല്ലാ സീസൺസിലും യൂസ് ചെയ്യുന്നുണ്ട്. വി ആർ യൂസിങ് ഇറ്റ് ഇൻ എവറി സീസൺസ്. സീസൺ ഏതൊക്കെയാണ്? വിന്റർ സീസൺ ഉണ്ട്, സമ്മർ സീസൺ ഉണ്ട്, റെയിനി സീസൺ ഉണ്ട്, അങ്ങനെ കുറെ സീസൺസ് ഉണ്ട്. അപ്പോ നമ്മൾ പല ഡ്രസ്സുകളുമാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫുഡ് ആൻഡ് ഷെൽട്ടർ, ക്ലോത്ത്സ് ആർ വൺ ഓഫ് അവർ ബേസിക് നീഡ്സ്. ഫുഡും ഷെൽട്ടർ, ഷെൽട്ടർ എന്ന് പറഞ്ഞ ഒരു വീട് അല്ലെ, ഒരു വീടും ഫുഡും നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ക്ലോത്ത്സും നമുക്ക് അത്യാവശ്യമാണ്. We wear clothes to protect ourselves from heat, cold, rain and insects. നമ്മൾ എന്തിനാണ് ക്ലോത്ത്സ് ഇടുന്നത്? നമുക്ക് ചൂടിന്ന് രക്ഷപ്പെടാൻ, നമുക്ക് കോൾഡ് തണുപ്പെന്ന് രക്ഷപ്പെടാൻ, മഴയെന്ന് രക്ഷപ്പെടാൻ, അതുപോലെ പ്രാണികളെന്നും അതുപോലെ നമ്മളുടെ ശരീരം കവർ ചെയ്യാനും മൂടി മറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. ഓൾ ഓഫ് യു ലുക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. വൂളൻ ക്ലോത്ത്സ്. ആദ്യത്തത് വൂളൻ ക്ലോത്ത്സ് ആണ്. വൂളൻ ക്ലോത്ത്സ് കീപ് us warm. വൂളൻ ക്ലോത്ത്സ് നമ്മളെ ചൂട് തരുന്നു, നമുക്ക് ചൂട് തരുന്നു. സോ വി വെയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിന്റർ. വിന്ററിലായിരിക്കും, തണുപ്പുള്ള കാലാവസ്ഥയാണ് വിന്റർ. അപ്പൊ നമ്മൾ വൂളൻ ക്ലോത്ത്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കിട്ടും. Wool is obtained from the air present on the bodies of some animals. വൂള് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? വൂൾ എന്ന് പറഞ്ഞാൽ വൂളൻ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ്, ത്രെഡിനെയാണ് വൂൾ എന്ന് പറയുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? From the bodies of sheep, goat, camel, rabbit, yak. അവരുടെ മുടിയിൽ നിന്നാണ് നമുക്ക് ഈ വൂള് കിട്ടുന്നത്. അവരുടെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അവരുടെ മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും. അവരുടെ മുടിയിൽ നിന്നാണ് നമുക്ക് ഈ വൂള് കിട്ടുന്നത്. The soft hair of this animals is called fur. Fur എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആനിമൽസിന്റെ എയർ, ദാറ്റ് ഈസ് ദേഹത്തുള്ള മുടീനെയാണ് ഫർ എന്ന് പറയുന്നത്. വൂളൻ ക്ലോത്ത്സ് നമുക്ക് കിട്ടുന്നത് ഷീപ്പിന്ന്, ഗോട്ടില്, ക്യാമല്, റാബിറ്റ്, ഇതിന്നൊക്കെയാണ് നമുക്ക് വൂളൻ ക്ലോത്ത്സ് കിട്ടുന്നത്. ആൻഡ് വൂളൻ ക്ലോത്ത്സ് വി വെയർ ഇറ്റ് ഇൻ വിന്റർ. എന്തിനാണ് വിന്ററിൽ വെയർ ചെയ്യണത്? ഫോർ കീപ്പിംഗ് us warm. നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് വൂളൻ ക്ലോത്ത്സ് വെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സിൽക്ക് ക്ലോത്ത്സ്. സിൽക്ക് ക്ലോത്ത്സ് കീപ് us warm in winter. സിൽക്ക് ആയിട്ടുള്ള സിൽക്ക് ക്ലോത്ത്സ് ഒക്കെ നമുക്ക് വിന്റർ സീസണിൽ ഇട്ട് കഴിഞ്ഞാൽ ചൂട് തരും. ആൻഡ് കൂൾ ഇൻ സമ്മർ. സമ്മർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്, അപ്പൊ നമുക്ക് തണുപ്പ് തരും. സിൽക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ സിൽക്ക് വേം. സിൽക്ക് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? സിൽക്ക് വേമിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. യെസ്, സിൽക്ക് വേം, സിൽക്ക് വേമിൽ നിന്നാണ് കിട്ടുന്നത്. സിൽക്ക് വേം ഫീഡ്സ് ഓൺ മൾബറി ലീവ്സ്. ഈ സിൽക്ക് വേമിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഇലകൾ മാത്രമേ തിന്നുള്ളൂ. മൾബറി മരത്തിന്റെ ഇലകൾ മാത്രമേ തിന്നുള്ളൂ. ഇറ്റ് സ്പിൻസ് എ കൊക്കൂൺ അറൗണ്ട് ഇറ്റ്സെൽഫ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലോങ് ത്രെഡ്സ്. ഇതെന്ത് ചെയ്യും? ഒരു കൂട് പോലെ ഉണ്ടാക്കും. കൊക്കൂൺ എന്ന് പറഞ്ഞ ഒരു കൂട് പോലെ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ നിറച്ചും സിൽക്ക് ത്രെഡ്സ് ആയിരിക്കും. These threads are used to make silk clothes. ഈ ത്രെഡ്സ്, സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ സിൽക്ക് ക്ലോത്ത് യൂസ് ചെയ്യുന്നത്.
സോ വി ഗെറ്റ് സിൽക്ക് ഫ്രം ദ കൊക്കൂൺ ഓഫ് ദ സിൽക്ക് വേം. എവിടെ നിന്നാണ് നമുക്ക് സിൽക്ക് കിട്ടുന്നത്? കൊക്കൂൺസ് എന്ന് പറഞ്ഞ ഒരു കൂട പോലെ ആയിരിക്കും, അതിൽ നിന്നാണ് നമുക്ക് സിൽക്ക് കിട്ടുന്നത്. Now turn the page number 46. You can see that അവിടെ സിൽക്ക് വേം കാണാം, എന്നിട്ട് അതൊരു കൊക്കൂൺ ആയിട്ട് മാറുന്നത് കാണാം, ഒരു കൂടയായിട്ട് മാറുന്നത് കാണാം. ആ കൂടയുടെ ഉള്ളില് നിറച്ചും സിൽക്ക് ത്രെഡ്സ് ആയിരിക്കും, ത്രെഡുകളായിരിക്കും. ആ സിൽക്ക് ത്രെഡുകളൊക്കെയാണ് സിൽക്ക് ഫൈബർ എന്ന് പറഞ്ഞ ത്രെഡ്, നൂലുകള്, സിൽക്കിന്റെ നൂലുകള്, അതിനെയാണ് ഫൈബർ എന്ന് പറയുന്നത്. നിറച്ചും സിൽക്ക് ത്രെഡുകളായിരിക്കും. ആ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ സിൽക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ, ലെതർ ക്ലോത്ത്സ്. ലെതർ ക്ലോത്ത്സ് ഫോർ എക്സാമ്പിൾ, ലെതർ ജാക്കറ്റ്സ് ആർ യൂസ്ഡ് ഇൻ വിന്റർ സീസൺ. ലെതർ ക്ലോത്ത്സ് നമ്മൾ വിന്റർ സീസൺ, അത് ചൂട് നമുക്ക് തരും, ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെതർ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. They keep us warm, അവർ നമുക്ക് ചൂട് തരും. Leather is obtained from the skin of dead animals like cows, pigs, goats and sheep. എവിടെ നിന്നാണ് നമുക്കത് കിട്ടുന്നത്? ഷീപ്പിൽ നിന്ന്, ഗോട്ടിൽ നിന്ന്, കൗവിന്റെ സ്കിന്നിൽ നിന്ന്, അവരുടെ തൊലിയിൽ നിന്നാണ് നമുക്ക് ലെതർ കിട്ടുന്നത്. Leather is also used to make shoes, belts and bag. ഷൂ, ബെൽറ്റ്, ബാഗ് ഒക്കെ നമുക്ക് ലെതർ കൊണ്ട് ഉണ്ടാക്കാം. നെക്സ്റ്റ് വൺ ഈസ് കോട്ടൺ ക്ലോത്ത്സ്. കോട്ടൺ ക്ലോത്ത്സ് കീപ് അവർ ബോഡി കൂൾ, നമ്മളെ കൂൾ ആക്കി വെക്കും, നമ്മളെ തണുപ്പ് തരും. സോ വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. നമ്മൾ എപ്പോഴാണ് കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്? സമ്മർ സീസണിലാണ്. സമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കാലാവസ്ഥയായിരിക്കും. അപ്പൊ കോട്ടൺ ക്ലോത്ത്സ് നമുക്ക് തണുപ്പ് തരും. അപ്പൊ കോട്ടൺ ക്ലോത്ത്സ് ആണ് കൂടുതൽ വെയർ ചെയ്യേണ്ടത്. കോട്ടൺ ക്ലോത്ത്സ് അബ്സോർബ് സ്വെറ്റ് ഈസിലി ആൻഡ് allow air to pass through them. കോട്ടൺ ക്ലോത്ത്സ് വേർപ്പ്, നമ്മൾ ചൂട് കാലത്ത് വേർപ്പുണ്ടാവും, സ്വെറ്റ് ഉണ്ടാവും. ഈ ചൂട് കാലത്ത് ഈ വേർപ്പിനൊക്കെ വലിച്ചെടുക്കും. ഈ കോട്ടൺ ക്ലോത്ത്സ് വലിച്ചെടുത്തിട്ട് തണുപ്പ് പ്രദാനം തരും. കോട്ടൺ ഈസ് ഒബ്റ്റെയിൻ ഫ്രം കോട്ടൺ പ്ലാന്റ്സ്. കോട്ടൺ എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? കോട്ടൺ പ്ലാന്റ്സിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. The fibers of cotton are used to make cotton clothes. കോട്ടന്റെ ത്രെഡുകൾ വെച്ചിട്ടാണ് നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫ് ക്ലോത്ത്സ്. വി വെയർ റെയിൻകോട്ട്സ്, ഗംബൂട്ട്സ് ഇൻ റെയിനി സീസൺ. നമ്മൾ റെയിൻകോട്ട്സ്, ഗംബൂട്ട്സ് ഒക്കെ, റെയിൻകോട്ട് ഒക്കെ നമ്മൾ നനയാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. These are waterproof and prevent us from getting wet. ഇത് വാട്ടർ പ്രൂഫ് ആണ്, നമ്മളുടെ നനയ്ക്കാൻ വേണ്ടി, നനയണേനെ തടയണ ഒരു സംഭവമാണ് വാട്ടർ പ്രൂഫ് ക്ലോത്ത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് വി സ്റ്റഡീഡ് കോട്ടൺ ക്ലോത്ത്സ്, വൂളൻ ക്ലോത്ത്സ്, സിൽക്ക് ക്ലോത്ത്സ്, ലെതർ ക്ലോത്ത്സ് ആൻഡ് വാട്ടർ പ്രൂഫ് ക്ലോത്ത്സ്. ഇത്രയും ക്ലോത്ത്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? Did you understand, children? Yes, Very good. Yes, miss. Now, Miss. take the next page, page number Yes, 47. Page number 47. Types of fiber. Clothes are made from threads called yarn, which is made by spinning thinner threads called fibers. Clothes ഉണ്ടാക്കുന്നത് നൂല് വെച്ചിട്ടാണ്. ഈ കൊറേ നൂല് കട്ട പോലെ ആയിരിക്കും. കൊറേ നൂലുകൾ നമ്മൾ ശേഖരിച്ചാല് ഒരു നൂലുണ്ട കിട്ടും നമുക്ക്. അതിനെയാണ് നമ്മൾ യാൺ എന്ന് പറയുന്നത്. ഓക്കെ, യാൺ എന്ന് പറഞ്ഞാൽ കൊറേ നൂലുകളായി നമ്മളത് ഉണ്ടയാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ യാൺ എന്ന് പറയുന്നത്. There are two types of fibers. രണ്ട് തരത്തിലുള്ള
ത്രെഡുകളുണ്ട്. നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സും ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സും ഉണ്ട്. നാച്ചുറൽ ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നാച്ചുറൽ ഫൈബേഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു? പ്ലാന്റ്സ് നിന്നും ആനിമൽസ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പ്ലാന്റ്സ് കോട്ടൺ നമുക്ക് കിട്ടുന്നു. ആനിമൽസ് സിൽക്ക്, വൂള് ഒക്കെ ആനിമൽസിൽ നിന്ന് കിട്ടുന്നു. ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മാൻ മെയ്ഡ് ഫൈബേഴ്സ്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടാക്കുന്ന നൂലുകളാണ്. ദേ ആർ മെയ്ഡ് ബൈ യൂസിങ് കെമിക്കൽസ്. കുറെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട്, കുറെ മരുന്നുകൾ യൂസ് ചെയ്തിട്ടാണ് അവരുണ്ടാക്കുന്നത്. നൈലോൺ, റയോൺ, പോളിസ്റ്റർ are some of the examples of synthetic fibers. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? നൈലോൺ, റയോൺ, പോളിസ്റ്റർ. These are the examples of synthetic fibers. So, fibers are of two types, natural fibers and synthetic fibers. What are natural fibers? Natural fibers means we get from plants and animals. Very good. Plants and animals നിന്ന് കിട്ടുന്നതാണ്. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കോട്ടൺ കിട്ടുന്നു, ആനിമൽസിൽ നിന്ന് നമുക്ക് വൂളും സിൽക്കും കിട്ടുന്നു. ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്നത്, മാൻമെയ്ഡ് ആണത്. അവിടെ അതിന്റെ എക്സാമ്പിൾസ് നൈലോൺ, റയോൺ ആൻഡ് പോളിസ്റ്റർ. ഓക്കെ, ഇതാണ് ഫൈബർ. ഫൈബർ എന്ന് പറഞ്ഞ ത്രെഡുകള്, നൂലുകള്, അതിനെയാണ് ഫൈബർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ജേർണി ഓഫ് കോട്ടൺ ഫൈബേഴ്സ് ടു ക്ലോത്ത്സ്. കോട്ടൺ ഫൈബേഴ്സ് എങ്ങനെയാണ്, ദാറ്റ് ഈസ് കോട്ടൺ നൂലുകള് എങ്ങനെയാണ് ഒരു കോട്ടൺ ക്ലോത്ത് ആയി മാറുന്നത്? So take the next page, children, page number 48. Take the next page, page number 48. You can see a cotton plant there. Okay, you can see a cotton plant. ഈ കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കോട്ടൺ ഫൈബർ കിട്ടുന്നത്. ദാറ്റ് ഈസ് കോട്ടന്റെ നൂല് കിട്ടുന്നത്. കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് കോട്ടന്റെ പഞ്ഞി, നമുക്ക് പഞ്ഞി കിട്ടുന്നത്. ആ പഞ്ഞി നമ്മള് വലിയ ത്രെഡാക്കി മാറ്റുന്നു, വലിയ വലിയ ത്രെഡുകളാക്കി, വലിയ വലിയ നൂലുകളാക്കി മാറ്റുന്നതിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. വലിയ വലിയ നൂലുകളാക്കി മാറ്റുന്നതിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. അങ്ങനെ കുറെ നൂലുകളായി ഒരു ഉണ്ട പോലെ ആവും. അതിനെയാണ് യാൺ എന്ന് പറയുന്നത്. കുറെ നൂലുകൾ ശേഖരിച്ചാൽ ഒരു ഉണ്ട പോലെ ആവും. അതിനെയാണ് യാൺ എന്ന് പറയുന്നത്. ഈ യാൺ പിന്നെ സ്റ്റിച്ച് ചെയ്യും, നൂലുകൾ തമ്മിൽ വീവ് ചെയ്യും. അതിനെയാണ് സ്റ്റിച്ചിങ്, വീവ് ചെയ്യും. അത് കഴിഞ്ഞ് ഡൈയിങ്, കളർ ചെയ്യും. ഇപ്പൊ നമുക്ക് വേറെ പഞ്ഞി എന്ന് പറഞ്ഞാൽ വെള്ള കളറാണ്, അതിന് നമുക്ക് വേറെ കളേഴ്സ് കൊടുക്കെങ്കിൽ നമുക്ക് അതിനെ ഡൈ ചെയ്യണം. ഡൈയിങ് എന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക. Then you will get a beautiful cloth. ഒരു കോട്ടൺ ക്ലോത്ത്, നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് കിട്ടും. ഇങ്ങനെയാണ് നൂലിന്ന് ഒരു ക്ലോത്ത് ആയിട്ട് മാറുന്നത്. അപ്പൊ അവിടെ രണ്ട് പ്രോസസ് ഉണ്ട്, സ്പിന്നിങ്ങും വീവിങ്ങും. രണ്ട് പ്രോസസ് ഉണ്ട്, that is spinning and weaving. Next one is uniform. You all wear uniform in schools. അല്ലെ, നമ്മൾ എല്ലാവരും, അല്ലെ, നിങ്ങൾ എല്ലാവരും സ്കൂൾസിൽ യൂണിഫോം വെയർ ചെയ്യും. ബട്ട് യു വോണ്ട് വെയർ ദ യൂണിഫോം ഇൻ അതർ പ്ലേസസ്. നിങ്ങൾ വേറെ സ്ഥലത്ത് പോകുമ്പോ യു ആർ നോട്ട് വെയറിങ് ദാറ്റ്. അപ്പൊ നമ്മളൊരു സ്പെഷ്യൽ പ്ലേസിൽ മാത്രം വെയർ ചെയ്യേണ്ട ക്ലോത്ത്സ് ആണ് യൂണിഫോം. സ്കൂളിൽ മാത്രം വെയർ ചെയ്യണേനെയാണ് യൂണിഫോം. ഇപ്പൊ പല ജോലികൾക്കും പല യൂണിഫോം ആയിരിക്കും. ഇപ്പൊ പോലീസ്മാനിന് ഒരു യൂണിഫോം, വക്കീല് ലോയറിന് ഒരു യൂണിഫോം, ഡോക്ടറിന് ഒരു യൂണിഫോം, നേഴ്സിന് ഒരു യൂണിഫോം, ഫയർ ഫൈറ്ററിന് ഒരു യൂണിഫോം. അങ്ങനെ പലവർക്കും പല ജോലികളിലും പല യൂണിഫോം ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം.
Next one, page number 49. Various uses of clothes. Page number 49. Various uses of clothes. We use clothes not only for wearing. നമ്മള് ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് ഉടുക്കാൻ വേണ്ടി മാത്രമല്ല, ഡ്രസ്സ് ഉടുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. ക്ലോത്ത്സ് പല കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബെഡ്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യും, ടേബിൾ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യും, കേർട്ടൻ, ടവൽ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Is it clear? Yes. Yes, miss. Yes. So all of you take out page number 47, activity time. So far in this lesson, we have studied about types of clothes. Okay. So we studied different types of clothes: woolen clothes, cotton clothes. Then we studied leather clothes, then silk clothes, then waterproof clothes. ഇത്രയും ക്ലോത്ത്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ 2 ഫൈബേഴ്സിനെ കുറിച്ച് പഠിച്ചു. 2 fibers are there. That is natural fibers and synthetic fibers. അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് യൂണിഫോം. അതുപോലെ clothes is not only used for wearing, but it is used as bedsheet, tablecloth, towel, curtain. It is used for many purposes. So these are the lesson today we studied. Okay, so all it is clear to everyone? Yes, miss. Yes, miss. Very good. Yes, miss. So I will just ask you some questions, children. I will just ask you some questions. Wait, I will tell you. Wait. From where do we get silk cloth? Silk നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? Tell me, children. Silk നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? Plants. Very good. Yes. Silkworm. Very good. Silkwormil നിന്നാണ് silk കിട്ടുന്നത്. Yes. Cotton നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? Cotton. From where do we get cotton? Very good. Cotton plant. Very good. Cotton plant. We get from cotton plant. And where do we get wool from? Where do we get wool? Wool എവിടെന്നാ കിട്ടുന്നത്? Animal. Very good. So we get wool from the sheep, rabbit, camel. This all we will get the wool. Very good. Now all of you take out page number 47, activity time. So this is today's class. Okay, I hope you all understood. ഇനി നമുക്ക് activity ചെയ്യാം. Tick the correct sentence and tick cross out in the incorrect sentence. I use woolen clothes in winter. വിന്ററിലാണോ woolen clothes യൂസ് ചെയ്യുന്നത്? ആണോ? Yes. Yes. So you have to put a tick. Yes. അവിടെ ഒരു tick ഇടുക. Next one, I use cotton to protect myself from water. I use cotton. Cotton വെള്ളം നനഞ്ഞ സമയത്ത് നമ്മൾ കോട്ടൺ ഇടാൻ പാടുമോ? നനഞ്ഞ സമയത്ത്? Yes.
Yes. So No. you can put a cross there. You can put a cross there. Next one. Wool is obtained from sheep. Wool is, it is correct. Wool is obtained from wool. Yes. Second one is cross. Second one is cross. Third one is tick. Put a tick. Last one, leather is made from silkworm. Belt ഒക്കെ silkworm എന്നാണ്. No. No. അപ്പോ cross എഴുതുക. No. Silkworm നിന്ന് belt ഉണ്ടാക്കാൻ പറ്റില്ല. You cannot make belt with a silkworm. So it is wrong. Now next page, page number 48. Page number 48. Yes. In that activity type, you can see the activity time. Write the names of two processes that convert cotton fibers into cotton fabric. ആദ്യം അവിടെ കൊടുത്തിട്ടുണ്ട് cotton fibers എന്ന് കൊടുത്തിട്ടുണ്ട്. Cotton fibers എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി second one, second boxൽ നിങ്ങൾ എഴുതേണ്ടത് spinning. S-P-I-N-N-I-N-G. S-P-I-N-N-I-N-G. S-P-I-N-N-I-N-G.